ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ പോകുന്ന ഊട്ടിയിലേക്കാട്ടോ. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ വേറൊരു ഫാമിലി കൂടിയുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും നമ്മുടെ കുഞ്ഞിനെ പോലെ വേറൊരു കുഞ്ഞിയുണ്ട്, നമ്മുടെ തനിക്കുട്ടൻ. അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊരു 6 മണിക്ക് ഇറങ്ങണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ മണി 8 ആയിരുന്നു. അവരെ നേരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്കമാലിക്ക് പോയി. അവിടെ നമ്മൾ നേരെ വരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ വെച്ച് പിടിക്കാണ്ടോ, കാരണം നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം വന്നു. അങ്ങനെ അവരെ അങ്ങ് പിക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ വെച്ച് പിടിച്ച് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് വെച്ച് നമ്മൾ വാവകൾക്ക് ഫുഡ് കൊടുത്തായിരുന്നു കേട്ടോ. അവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമ്മൾക്ക് ഫുഡ് കൊടുക്കണമല്ലോ. അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചധികം ദൂരം, എനിക്ക് തോന്നുന്നൊരു 11-11:30 മണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ. അപ്പോൾ ചേച്ചി നല്ല ടയേർഡായിരുന്നു, കാരണം ചേച്ചി 4 മണിക്ക് എഴുന്നേറ്റതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളാണെങ്കിൽ ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ പുള്ളിക്കാരിക്ക് വിശന്നിട്ട് ആൾ ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇതിനിടയ്ക്ക് വെച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അമ്മമാർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ഛന്മാർ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളൊന്ന് ഒരു പമ്പിൽ നിർത്തിയായിരുന്നു, ജസ്റ്റ് ഒരു ഫ്രഷപ്പ് ആവാൻ വേണ്ടി പമ്പിൽ നിർത്തി. അപ്പം തനൂട്ടൻ നോക്കുകയാണ്, പിന്നെയും തമ്പുടുവിനെ തന്നെ നോക്കുമായിരുന്നു. അയ്യോ, ഇത് എൻ്റെ പോലെ ഒരാളാണല്ലോ എന്നുള്ള മട്ടിൽ. പിന്നെ ഞങ്ങൾ നേരെ പിന്നെ കുറച്ചധികം പോയതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുത്തത്, കാരണം ഞാൻ നല്ലപോലെ കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റത് കൊണ്ടും തലേ ദിവസം നല്ല ലേറ്റായിട്ട് ഉറങ്ങിയത്. 1 മണിക്കെന്തോ ഞാൻ കിടന്ന് ഉറങ്ങിയത്, 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെയർ പിൻ കയറിയായിരുന്നു. ഹെയർ പിൻ കയറിയപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാനും ദേവിക ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുമായിരുന്നു. ചേച്ചി ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും പോലെ നല്ല രസമായിരുന്നു. നമ്മൾ ഈ വീഗാലാൻഡിലെ റൈഡിൽ കയറുന്ന അവസ്ഥയായിരുന്നു എൻ്റെയും ചേച്ചിയുടെയും. നല്ല രസമായിരുന്നു. പക്ഷേ സത്യം പറയാമല്ലോ, നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. 2 വാവുകളെയും കൊണ്ട് അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അതൊരു പ്രത്യേക രസമായിരുന്നു. അത് ഒരേ വൈബുള്ളവർ ഒരേ മൈൻഡുള്ളവർ പോകുമ്പോൾ പ്രത്യേകിച്ച് നല്ല രസമായിരിക്കും. പിന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പം നമ്മൾ ഊട്ടി ചെന്നതിൻ്റെ അന്ന് അയ്യോ ഭയങ്കര തണുപ്പായിരുന്നു. നല്ല ക്ലൈമറ്റ് കിട്ടി കേട്ടോ നമുക്ക്. അതെനിക്ക് എന്തായാലും ഇഷ്ടമായിരുന്നു. ഞാൻ ഊട്ടി ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാവേനെ കൊണ്ടും എല്ലാവരും പറയും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ നിധിനോട് പറഞ്ഞു, അതായത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊന്ന് റിലാക്സ്ഡ് ആവണം, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുള്ള മട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഫ്രീ ആവണമെന്ന്. അപ്പോൾ അങ്ങനെ ഫ്രീ ആവാൻ വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ പോയത്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അന്ന് അവിടെ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ ഏകദേശം ഒരു 9 മണിയായി രാത്രി. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ എത്താൻ പറ്റിയില്ല. മസനഗുഡി വഴി ഊട്ടി എത്താമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇവർ പോയത്. പക്ഷേ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ എത്തി. ഞാനും ചേച്ചി ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുകയായിരുന്നു. തമ്പുడు എൻ്റെ കൂടെ നേരത്തെ എഴുന്നേറ്റ് പോന്നു. തനിക്കൂട്ടനും അച്ഛനും നിധിയൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു കോട്ടേജാണ് എടുത്തത്. അങ്ങനെ ഞങ്ങളവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഞങ്ങൾ 3 ഡേ ആയിരുന്നു, 2 നൈറ്റ് ആൻഡ് 3 ഡേ അങ്ങനെ എന്തോ ആയിരുന്നു ഞങ്ങൾ എടുത്തത്. ഇത് അവിടുത്തെ ഒരു വാട്ടർഫോൾസിൻ്റെ ഒരു ഇതാണ്. അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇതൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുറച്ച് വീഡിയോസാണ്. കുറച്ച് നേരം ഞാൻ പിടിക്കും, കുറച്ച് കഴിയുമ്പോൾ നിധി പിടിക്കും, ഇങ്ങനെയായിരുന്നു മാറി മാറി പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ തമ്പുടുവിന് അവിടെ ചെന്നപ്പോൾ ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ തോന്നുന്നുണ്ട് പുള്ളിക്കാരിക്ക്. പിന്നെ അമ്മാമ്മനെ അപ്പാപ്പനെയും കാണാത്തതിൻ്റെ ഒരു ചെറിയൊരു വഴക്കമുണ്ട് ആൾക്ക്. അപ്പോൾ ഞാനും നിധിയും ഇടയ്ക്കിടയ്ക്ക് അമ്മയെ അച്ഛയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് കളിപ്പിക്കുമ്പോൾ ആൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ കയറിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ അച്ഛനും മോളോട് കളിക്കുകയാണ്. ആൾക്കിങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ ഭയങ്കര സന്തോഷമാണ്. കുറേ നേരം ഇരിക്കുന്നതും നിൽക്കുന്നതും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇവിടെ പോയാൽ ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങളവിടെ ചെന്നിട്ട് ഗാർഡനിൽ, ഊട്ടി ചെല്ലുമ്പോൾ അറിയാമല്ലോ ഗാർഡൻ മസ്റ്റാണല്ലോ വിസിറ്റ്. അങ്ങനെ ഞാനവിടെ കയറി. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കയറാൻ. പക്ഷേ ഊട്ടി ചെന്നിട്ട് അവിടെ കയറിയില്ല എന്നുള്ളൊരിത് വേണ്ടല്ലോ എന്ന് വെച്ച് കയറിയതാണ്. പക്ഷേ കയറിയത് വേർത്താണ്. നമുക്ക് കാണാത്ത ചെടികളൊക്കെ കാണാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ ഞങ്ങൾ 2 അമ്മമാരും കൂടി കുട്ടികളെ ഇങ്ങനെ സഞ്ചിയിൽ തൂക്കി ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ കഥയും പറഞ്ഞ് പാട്ടൊക്കെ പാടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനാണ്, ജസ്റ്റ് ഒന്ന് ഹായൊക്കെ പറഞ്ഞ് ചിരിച്ചേ കാണിച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ തനിക്കുട്ടൻ നല്ലൊരു പോസൊക്കെ തരുന്നുണ്ട്. പക്ഷെ അവൻ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇവരെന്തി കാണിക്കുന്നേ, വട്ടായോ എന്നുള്ളൊരു മട്ടിൽ.
പിന്നെ ഞങ്ങളിവിടെ നേരെ പോയത് ദേ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് കണ്ടോ, ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ്, വേറെ ഒന്നിനും അല്ല കേട്ടോ. അത് ജസ്റ്റ് അവിടെ കാണുകയും ചെയ്യുക, കുട്ടികൾക്ക് ഫുഡും കൊടുക്കുക എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ നിന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ അവിടുത്തെ ഒരു ചെറിയൊരു വീഡിയോ ആ ചേട്ടൻ എടുത്തതാണ്, അത് ഞാൻ ഇതിനകത്ത് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. നമ്മൾ തിരിച്ച് പോരുന്ന വഴിയിലെ വീഡിയോ ആണ് കേട്ടോ അത്. അതാ ഞാൻ പറയുന്നത്, കുറച്ച് വീഡിയോ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ, ഫുള്ളൊന്നും എടുത്തിട്ടില്ല. വരുന്ന വഴിക്ക് ഓരോ സ്ഥലത്ത് കയറി അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ ആണിത്. അങ്ങനെ ഊട്ടി യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്താണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊന്ന് റിലാക്സ്ഡ് ആകാൻ പോകുന്ന നല്ലൊരു കാര്യമാണ്. പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച് ഡെലിവറി കഴിയുമ്പോൾ പോകുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സ്ഡ് ആവും. ഇത് നമ്മൾ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ പാർട്ട്നേഴ്സും കൂടി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. സോ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.